മാധ്യമങ്ങളും ദൈവത്തിൻ്റെ സംസാരിച്ചത്. തുടർന്ന് നമുക്ക് മുമ്പിലുള്ള അനുഭവങ്ങൾ തന്റെ പിതാവും മാതാവും യേശുവിലേക്ക് വന്നതുകൊണ്ട് താൻ അനുഭവിച്ചറിയുന്ന സന്തോഷത്തെ പാട്ടിൽ കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അതിനാൽ അതോടെ ചെടിക്കുക. സന്തോഷിക്കുന്ന ശാശ്വതമല്ല, എല്ലാം മാറും മാറി പറയും. ലോക ഇമ്പങ്ങൾ ശാശ്വതമല്ല, എല്ലാം മാറും മാറി പറയും. അന്നക്കണ്ണീരെല്ലാം മാറും, ആനന്ദത്തിൻ അശ്രുകൊണ്ട് നേടി നിറയും. അന്നക്കണ്ണീരെല്ലാം മാറും, ഒന്നേയുള്ളോ യേശുവേനി, സ്നേഹമെന്നു കൂടെ ഉള്ളു. ഒന്നേയുള്ളോ യേശുവേനി, സ്നേഹമെന്നു കൂടെ ഉള്ളു. അന്ന് കണ്ണീരെല്ലാം മാറും, ആനന്ദത്തിൻ അശ്രുകൊണ്ട് നിറയും. അന്ന് കണ്ണീരെല്ലാം മാറും, ആനന്ദത്തിൻ അശ്രുകൊണ്ട് നിറയും. യേശുവേനിൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, എത്ര ശ്രേഷ്ഠമേ. യേശുവേനിൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. അന്ന് കണ്ണീരെല്ലാം മാറും, ആനന്ദത്തിൻ അശ്രുകൊണ്ട് നിറയും. അന്ന് കണ്ണീരെല്ലാം മാറും, ആനന്ദത്തിൻ അശ്രുകൊണ്ട് നിറയും. തന്റെ വാഗ്ദത്തം ഭൂമിയിലുള്ളതിൽ ഏറെയുണ്ട് ലോകത്തിനുള്ളിൽ. തന്റെ വാഗ്ദത്തം ഭൂമിയിലുള്ളതിൽ ഏറെയുണ്ട് ലോകത്തിനുള്ളിൽ. അന്ന് കണ്ണീരെല്ലാം മാറും, ആനന്ദത്തിൻ അശ്രുകൊണ്ട് നിറയും. അന്ന് കണ്ണീരെല്ലാം മാറും, ആനന്ദത്തിൻ അശ്രുകൊണ്ട് നിറയും. വരുമാണെന്റെ പ്രിയേ, നിങ്ങൾ സന്തോഷിക്കുന്ന നാൾ വരും. വരുമാണെന്റെ പ്രിയേ, നിങ്ങൾ സന്തോഷിക്കുന്ന നാൾ വരും. യേശു വരുമ്പോൾ സന്തോഷം വരുമെന്നും കണ്ണുനീർ മാറുമെന്നാണ് അത് നമ്മൾ പാടിയത്. അതിനായി പ്രിയ മക്കൾ എല്ലാവരും എടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് സമയം കൂടെ നിങ്ങൾക്ക് ലോകത്ത് സംഭവിക്കുന്ന ചില രാഷ്ട്രീയ ശാസ്ത്രീയ വിഷയത്തിലുള്ള ബന്ധത്തിൽ നമ്മുടെ മധ്യയുള്ള പ്രിയ അച്ഛൻ ഞങ്ങൾ സംസാരിക്കും. അതിനായി പ്രിയ ദാസൻ ക്ഷണിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകും. നിങ്ങൾക്ക് ഈ ചാലക്കുടി കർമ്മ സ്കൂളിന്റെ മുമ്പിൽ കടന്നു വരുവാൻ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല സംഭവങ്ങളും സത്യവേദ പുസ്തകമായ ബൈബിളിലെ പ്രവചനങ്ങളാണെന്നും ലോകത്തിൽ ഇനി ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്നും അതിനുശേഷം 7 വർഷക്കാലം ഒരു വ്യക്തി നമ്പർ വിസ്താരത്തിൽ ഭരിക്കുമെന്നും അതിനുശേഷം യേശു ക്രിസ്തുവിന്റെ 1000 വർഷക്കാല ഭരണം ഉണ്ടാകുമെന്നും ലോകത്തിലെ സകല സംവിധാനങ്ങളും നമ്പർ വിസ്താരത്തിലാകുമെന്നെല്ലാം പറയുക ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്.
നിങ്ങൾക്കത് പറയുവാൻ ദൈവം ഒരു അവസരം തന്നു, അത് കേൾക്കുവാൻ നിങ്ങൾക്കും ദൈവം ഒരു അവസരം തന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ തരുന്നു, യേശു ക്രിസ്തു രാജാതി രാജാവായി വീണ്ടും വരുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി വീണ്ടും വന്ന് ഭൂമിയെ 1000 വർഷക്കാലം ഭരിക്കാൻ പോവുകയാണ്. സത്യവേദ പുസ്തകമായ ബൈബിളിലെ സകല പ്രവചനങ്ങളും നിറവേറിയ ഒരു കാലഘട്ടം നാം ജീവിക്കുന്നത്. ബൈബിളിൽ അതിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ മനുഷ്യന്റെ ശരീരം, മനുഷ്യദേഹവും മനുഷ്യ പ്രാണനും വിൽപ്പനയ്ക്ക് വെക്കുമെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരം വിൽപ്പനയ്ക്ക് വെക്കുമെന്ന്. നിങ്ങൾ കൊച്ചിയിൽ ചെന്നാൽ, പറയുകയാണ്, കൊച്ചിയിൽ ചെന്നാൽ 1 ലക്ഷം രൂപ കൊടുത്താൽ മനുഷ്യനെ നമുക്ക് വിലക്ക് കിട്ടും. ഒരു പ്രാവശ്യം ബാറ്ററി ചാർജ് ചെയ്യുന്ന 76 മണിക്കൂർ ചാർജ് ചെയ്യുന്ന ഒരു വ്യക്തി, ആൺകുട്ടിയെ പെൺകുട്ടിയെ നമുക്ക് വിലക്കുന്നത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. അതാണ് ബൈബിൾ പറയുന്ന പ്രവചന നിവൃത്തി. കാലാകാലങ്ങളിൽ ബൈബിൾ പറയുന്ന പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ യേശു ഒഴികെ മറ്റൊരു നാമവുമില്ല. യേശു ക്രിസ്തു മാത്രമേ എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി ആ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു. ലോക ചരിത്രത്തെ 2 തിരിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. എന്റെയും നിങ്ങളുടെയും വീടുകളിൽ കിടക്കുന്ന കലണ്ടർ 2025 ആണ്ടാണ്. 2025 ആണ്ട് എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ജനിച്ചിട്ട് 2025 വർഷമായി എന്നതാണ്. ആ യേശുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി ലോകത്തിൽ കലണ്ടർ ഉണ്ടാക്കി. യേശു ക്രിസ്തു 33 തിരുവയസ്സ് വരെ ഭൂമിയിൽ പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവമായി ജീവിച്ച് കാൽവരി ക്രൂശിൽ, ഇന്നത്തെ ഇസ്രായേലിലെ കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു വീണ്ടും വരുന്നു. എന്നാൽ യേശു വീണ്ടും വന്ന് ഈ ഭൂമിയെ 1000 വർഷം ഭരിക്കുന്നതിന് മുൻപ് മുഴു ലോകത്തും കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഒരു വ്യക്തി ഭരിക്കാൻ പോകുന്നു. ഒരു വ്യക്തി നമ്പർ അടിസ്ഥാനത്തിൽ ഭരിക്കാൻ പോകുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും നമ്പർ സംവിധാനം വന്നുകൊണ്ടിരിക്കുന്നു. ആ നമ്പർ സംവിധാനം വരുന്നത് ബൈബിളിലെ പ്രവചന നിവൃത്തിയാണ്. ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യ എന്ന് പറഞ്ഞില്ല. ആ ബൈബിളിലെ പ്രവചന നിവൃത്തിയായിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡ് കിട്ടി. ഇന്നുള്ള ആധാർ കാർഡിൽ 12 അക്കങ്ങളുണ്ട്. താമസത്തിന്റെ ആധാർ കാർഡ് നമ്പറും വോട്ടേഴ്സ് ഐഡി കാർഡ് നമ്പറും ചേർത്ത് പുതിയൊരു നമ്പർ ഉണ്ടാക്കി നിങ്ങളുടെ വലതു കൈമേലോ വലതു കൈയില്ലാത്തവരും നെറ്റിമേലോ പതിച്ചു നൽകും. നമ്പർ അടിസ്ഥാനത്തിൽ ഭരണത്തിന് മുന്നോടിയായിട്ട് ഇങ്ങനെ നിങ്ങളുടെ വലതു കൈമേലോ നെറ്റിമേലോ ഒരു നമ്പർ സംവിധാനം വരും. അതിനു മുൻപ് സമസ്ത മേഖലകളിലും നമ്പർ സംവിധാനം വരും. ആധാരമായിട്ട് പറയട്ടെ, ഡിജിറ്റൽ കറൻസി വന്നു കഴിഞ്ഞു. കേരളത്തിലെ 5 കോടതികൾ കടലാസ് രഹിത കോടതികളാണ്. ഡിജിറ്റൽ കറൻസി വന്നു കഴിഞ്ഞു. ലോകത്തിലെ സകല കറൻസി നോട്ടുകൾ പിൻവലിക്കാൻ പോകുന്നു. ലോകത്തിലെ സകല കറൻസി നോട്ടുകൾ പിൻവലിച്ച് ഡിജിറ്റൽ കറൻസി വരാൻ പോകുന്നു. നിങ്ങൾ ലോകത്തിലെ സകല പാസ്പോർട്ട് സംവിധാനങ്ങൾ പിൻവലിച്ച് ഡിജിറ്റൽ പാസ്പോർട്ട് വരാൻ പോകുന്നു. അതുപോലെ നിങ്ങളുടെ കടകൾക്ക് ഒരു ഡിജിറ്റൽ നമ്പർ വരാൻ പോവുകയാണ്. കടകൾക്ക്, ഷോപ്പുകൾക്ക് ഒരു ഡിജിറ്റൽ നമ്പർ വരാൻ പോകുന്നു. 2 ആഴ്ച പത്രത്തിൽ വായിച്ചില്ലേ? ആ പത്രത്തിൽ വായിച്ച കാര്യം ഇതാണ്. നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങളുടെ വീട്ടുപേരിൽ ചേർത്ത് പോസ്റ്റ് ഓഫീസിൽ ഒരു പുതിയ നമ്പർ സംവിധാനം ഉണ്ടാക്കാൻ പോകുന്നു. പോസ്റ്റ് ഓഫീസിലെ വീട്ടു നമ്പർ ചേർത്ത് ഒരു പുതിയ നമ്പർ സംവിധാനം വരാൻ പോകുന്നു. ഒരു മൊബൈൽ ഫോണിൽ നിങ്ങളുടെ വീട്ടു നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടു നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് മുമ്പിൽ കൊണ്ടെത്തിക്കും. അങ്ങനത്തെ സംവിധാനം. വീട്ടു നമ്പറും നിങ്ങളുടെ വീട്ടു അഡ്രസ്സും ചേർത്ത് ഒരു ഡിജിറ്റൽ സംവിധാനം വരാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു. കൈക്കൂലി പോലും ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനത്തിനായി മാറി. 131 കാര്യങ്ങൾക്ക് ഡിജിറ്റൽ സംവിധാനം വരാൻ പോകുന്നു. നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന കിണറിന് ഒരു നമ്പർ സംവിധാനം, നിങ്ങൾ അടിക്കുന്ന വാഹനങ്ങൾക്ക് ഒരു പൊതുവായ നമ്പർ സംവിധാനം, വീടുകൾക്ക് ഒരു 14 നമ്പർ സംവിധാനം, നിങ്ങളുടെ കടകളിൽ GST ഒരു 15 നമ്പർ സംവിധാനം, നിങ്ങളുടെ വീടുകളിൽ വൈദ്യുതി കണക്ഷൻ ഒരു 13 നമ്പർ സംവിധാനം. സമസ്ത മേഖലകളിലും നമ്പർ സംവിധാനം വരുന്നത് ബൈബിളിലെ പ്രവചന പ്രകാരമാണ്. ബൈബിളിൽ യേശു ക്രിസ്തു വീണ്ടും വരുന്നു എന്ന ബൈബിളിലെ പ്രവചന പ്രകാരം വരുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, യേശു വീണ്ടും വന്ന് ഈ ഭൂമിയെ 1000 വർഷക്കാലം ഭരിക്കാൻ പോകുന്നു. ലോകത്ത് നടക്കുന്ന സകല സംഭവം യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ വിളിച്ചറിയിക്കുന്നു. യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾ പാപികളായിരുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക്
ഞങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾ പാപികളായിരുന്നു, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളുടെ പാപങ്ങൾ യേശു വഹിച്ചു. ഞങ്ങൾ രോഗികളായിരുന്നു, ഞങ്ങളുടെ രോഗങ്ങളെ യേശു ക്രിസ്തുവിന്റെ അടിപ്പണികളാൽ ഞങ്ങൾക്ക് സൗഖ്യം തന്നു. യേശുവിന്റെ അടിപ്പണികളാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരായി തീർന്നു. ഞങ്ങളുടെ സകല കഷ്ടങ്ങൾക്കും വ്യാധികൾക്കും വേണ്ടി യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു. താമസമിന ഒരു ലോക യുദ്ധം ഉണ്ടാകാൻ പോവുകയാണ്. 1, 2 ലോകമഹായുദ്ധങ്ങൾ സത്യവേദ പുസ്തകമായ ബൈബിളിലെ പ്രവചന പ്രകാരമാണ് നടന്നത്. 3-ാം ലോകമഹായുദ്ധം ബൈബിളിലെ പ്രവചന പ്രകാരം നടക്കാൻ പോകുന്നു. 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ ഈ റോഡിൽ കൂടെ വാഹനം കൂടെയില്ല. ഏത് രാജ്യത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ 3 മാസത്തേക്ക് സ്റ്റോക്കുള്ളൂ. ലോകമഹായുദ്ധം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി വരുന്ന കപ്പലുകൾ കടലിൽ മുങ്ങിപ്പോയാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് വരികയില്ല. അതിന്റെ ഫലമായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഡീസലും പെട്രോളും ഉപയോഗിച്ച വാഹനം ഓടുകയില്ല. അതിനുശേഷം ലോകത്ത് രൂക്ഷമായ ക്ഷാമം വരും. ആ ക്ഷാമത്തെ നേരിടുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭ റേഷൻ കടം ഏറ്റെടുത്തു കഴിഞ്ഞു. അത് മാത്രമല്ല, വണ്ടികൾ വളരായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിന്നും ഇവിടെയുള്ള കായക്കൊല, തേങ്ങ, പച്ചക്കറി സാധനങ്ങളൊന്നും ഗൾഫിലേക്ക് കയറി പോവുകയില്ല. ഗൾഫിൽ സാധനങ്ങൾ ഇങ്ങോട്ട് വരികയില്ല. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി, അങ്ങനെ അനേക കാര്യങ്ങൾ വരാൻ പോകുന്നു. ഇതെല്ലാം യേശുവിന്റെ വീണ്ടും വിളിച്ചിരിക്കുന്നു. മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ യേശു അടിക്കാൻ മറ്റൊരു നാമവുമില്ല. യേശു മാത്രമേ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവമുള്ളൂ. ആ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു. യേശു ക്രിസ്തുവിന്റെ വരവിൽ നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്ന ഹൃദയത്തിൽ വിശ്വസിക്കണം. വായും ഏറ്റു പറയണം. വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവരെ ചേർക്കാൻ യേശു ക്രിസ്തു വരും. 2 ഭരണ സംവിധാനം വരാൻ പോകുന്നു. ഒന്ന് സ്വർഗത്തിന്റെ ഭരണം, മറ്റൊന്ന് നരകത്തിന്റെ ഭരണം. ഇതിൽ ഏത് ഭരണത്തിലാണ് പങ്കാളിയാണെങ്കിൽ സ്വർഗത്തിന്റെ ഭരണത്തിൽ പങ്കാളിയാണെങ്കിൽ യേശു ക്രിസ്തു വിശ്വസിക്കണം. വെള്ളത്തിലേക്ക് മുങ്ങി സ്നാനപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ജീവിക്കണം. അഥവാ നരകത്തിന്റെ ഭരണത്തിൽ പങ്കാളിയായാൽ നിങ്ങൾ പോകുന്ന പോക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നരകത്തിൽ പോകാൻ പറ്റും. ഈ ഭൂമിയിൽ അല്പസമയം നിങ്ങൾക്ക് ഭരണാധികാരിയായിരിക്കാം. പ്രിയമുള്ളവരെ, ഇത് സൂചിപ്പിക്കുന്നത് ആകാശവും ഭൂമിയും മാറിപ്പോയാലും സൂര്യനും ചന്ദ്രനും മാറ്റപ്പെട്ടാലും ബൈബിളിലെ തിരുവഴുത്തുകൾക്ക് വള്ളിക്കും മുള്ളിക്കും വ്യത്യാസമില്ല. യേശു ക്രിസ്തു വരാൻ പോകുന്നു. യേശു വിശ്വസിക്കുക, നിത്യരക്ഷ കരസ്ഥമാക്കുക, കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോവുക. മറ്റൊന്നും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശു വിശ്വസിച്ച് നിത്യരക്ഷ കരസ്ഥമാക്കി കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കേട്ട സത്യങ്ങൾ ഗ്രഹിക്കണം. ലോകം ഭരിക്കാനായിട്ട് ഒരേക ലോക ഗവൺമെന്റ് കീഴിൽ സാത്താനിക ഭരണം ലോകത്ത് വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് പ്രിയ വർഗീസ് അവറുകൾ നമുക്ക് തന്നത്. ഇത് ആർക്കും ആരെയും ഭരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഒരു വീട്ടിൽ അവിടുത്തെ പിതാവിന് തന്റെ മാതാവിനെയോ തന്റെ കുഞ്ഞുങ്ങളെയോ തന്റെ ഭാര്യമാരെ പോലും ഭരിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ ലോകം വന്നു കഴിഞ്ഞു. ഒരു സ്ഥാപനത്തിന്റെ മാനേജർക്ക് ആ സ്ഥാപനത്തിന് കീഴിലുള്ളവരെ ഭരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു സ്കൂളിന്റെ മധ്യ നിൽക്കുന്നത് ഇപ്പോൾ സ്കൂൾ അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ഭരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞു. ഭരണാധികാരികൾക്ക് ജനത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിന്റെ അരക്ഷിതമായ അന്തരീക്ഷത്തിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം മനുഷ്യന് പിടികൂടിയിരിക്കുന്ന പാപത്തിന്റെ ശക്തിയാണ്. പാപത്തിന്റെ മൂലകാരണം പിശാചാണ്. പിശാച് മനുഷ്യനെ തമ്മിൽ ഒന്നും കഴിയാൻ പറ്റാത്തവനാക്കി അവനെ അടിമപ്പെടുത്തി ഇനി അവന്റെ ഭരണത്തേക്ക് ഇനി കൊണ്ടുവന്ന് ലോകം മുഴുവൻ ഒരു വിരൽത്തുമ്പിൽ ഭരിക്കുന്ന നിലവാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിക്ക് മുൻപ് തന്നെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനാഥനെ സ്വീകരിച്ച് കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവുണ്ട്. ആ വരവെങ്കിൽ പങ്കാളികളായി തീർന്ന് നിത്യരക്ഷയ്ക്ക് വേണ്ടി കാരണമായി തീർന്ന ഒരു ദൈവരാജ്യത്തിന്റെ ഓഹരിക്കാരായി സ്വസ്ഥതയും സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മ നിന്നെ ഭരിച്ചാൽ നിന്റെ മേൽ വേറൊരു ഭരണത്തിന് ആവശ്യം വരികയില്ല. നീ സ്വമേധയെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയും മാറും. ഇതേപോലെ ലോക ജനതയെ മുഴുവനും കീഴടക്കി ഭരിക്കുന്ന അസാധാനിക ശക്തിയുടെ മേൽ ജയം ലഭിക്കണമെങ്കിൽ സുവിശേഷം കേൾക്കണമെന്നും അതനുസരിച്ച് ദൈവിക സത്യം മനസ്സിലാക്കണമെന്നും ആണ് ഇന്ന് നമ്മൾ കേട്ട സത്യങ്ങൾ. ഈ വചനങ്ങൾ ഇത്രയും സമയം ഞങ്ങൾ കേട്ട എല്ലാ സഹോദരന്മാർക്കും ഞങ്ങളുടെ സ്നേഹവും സന്തോഷം അറിയിച്ചുകൊണ്ട് ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെവരെയും സഹായിക്കുമാറാകട്ടെ.